ഡിഫറെൻറ്റ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് പറയുന്നത് കേട്ടോ. കാറൽ വാസ്ക് gave 3 generations of human rights in 1977. The generation of basic human rights, ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, 3 ജനറേഷനായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറേഷൻ ഓഫ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്, നെഗറ്റീവ് റൈറ്റ്സ് എന്ന് പറയും അതിന്. രണ്ടാമത്തത് ഇക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ റൈറ്റ്സ് ആണ്, പോസിറ്റീവ് റൈറ്റ്സ് എന്നാണ് പറയുന്നത്. മൂന്നാമത് തേർഡ് ജനറേഷനാണ്, സോളിഡാരിറ്റി ആണ്, കളക്റ്റീവ് റൈറ്റ്സ് എന്നാണ് പറയണത്. പിന്നെ പ്രധാനമായിട്ടും 3 റൈറ്റ്സ് ആണ് ഹ്യൂമൻ റൈറ്റ്സിന് പറയണത്, ബേസിക് ആയിട്ട് പറയണത്. അതുകൂടാതെ 4 റൈറ്റ്സുകൾ വേറെയുണ്ട്. റൈറ്റ് ഫോർ ഡെവലപ്മെൻറ്റ്, റൈറ്റ് ഫോർ ഹെൽത്തി എൻവയോൺമെൻറ്റ് ആൻഡ് ബാലൻസ്ഡ് ഇക്കോളജി, റൈറ്റ് ഫോർ പീസ് ആൻഡ് റൈറ്റ് ഫോർ ഇൻഹെറിറ്റൻസ്. അതിനൊന്നും കൂടി വിശദമായിട്ട് പറയണേ. ഡിഫറെൻറ്റ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇൻ 1979, Swiss jurist Karl Wassermann introduced 3 different categories of human rights. His theory was based on the 3 principles of French Revolution. എന്താണ് കാരൽ വസാക്, ഷെസ് ജൂറിസ്റ്റ് കാരൽ വസാക്, അദ്ദേഹമാണ് ബേസിക് ആയിട്ട് ഈ 3 ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞിരിക്കുന്നത്. അത് ഫ്രഞ്ച് വിപ്ലവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ 3 റൈറ്റ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദീസ് ആർ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രെറ്റേണിറ്റി. As such, he divided human rights into civil, political, socio-economic and collective development rights. ഫസ്റ്റത്തെ പറയണത് ഫസ്റ്റ് ജനറേഷനാണ്. സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്താണെന്നാണ് പറയണത്. ദ ഫസ്റ്റ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, സംടൈംസ് കോൾഡ് ആസ് ബ്ലൂ റൈറ്റ്സ്, ഡീൽ എസെൻഷ്യലി വിത്ത് ലിബർട്ടി ആൻഡ് പാർട്ടിസിപ്പേഷൻ പൊളിറ്റിക്കൽ ലൈഫ്. ദേ ആർ ഫണ്ടമെൻ്റലി സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ ഇൻ നേച്ചർ. ഫസ്റ്റ് ജനറേഷന് പറയുന്ന പേരാണ് ബ്ലൂ റൈറ്റ്സ് എന്ന് പറയാറുണ്ട്. ഇത് കൂടുതലും സ്വാതന്ത്ര്യം, ലിബർട്ടിക്കാണ് എന്ത് കൊടുക്കുന്നത്, പൊളിറ്റിക്കൽ ലൈഫിൽ സ്വാതന്ത്ര്യത്തിന് അതിൻ്റേതായ സ്ഥാനമുണ്ടെന്ന് പറയുന്ന ഒരു റൈറ്റാണ്. ദേ ആർ ഫണ്ടമെൻ്റലി സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ നേച്ചർ. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ നേച്ചറാണ് വരുന്നതെങ്കിലും ഫസ്റ്റ് ജനറേഷനിൽ വന്നത് റൈറ്റ് ടു ലൈഫ്, ഇക്വാലിറ്റി ബിഫോർ ദ ലോ, ജീവിക്കുന്നുള്ള അവകാശം, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമത്വം ഉള്ളവരാണ്, ഫ്രീഡം ഓഫ് സ്പീച്ച്, സംസാരിക്കുന്നുള്ള സ്വാതന്ത്ര്യം, ദ റൈറ്റ് ടു ഫെയർ ട്രയൽ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുള്ള അധികാരം, ഫ്രീഡം ഓഫ് റിലീജിയൻ, ഏത് മതത്തിൽ വിശ്വസിക്കുന്നുള്ള അവകാശം, വോട്ടിംഗ് റൈറ്റ്. ഇത്രയും റൈറ്റ്സ് ആണ് ഫസ്റ്റ് ജനറേഷനിൽ പറയുന്നത്. ദീസ് റൈറ്റ്സ് എൻഷ്രിൻഡ് അറ്റ് ദ ഗ്ലോബൽ ലെവൽ ആൻഡ് ഗിവൺ സ്റ്റാറ്റസ് ഇൻ ഇൻ്റർനാഷണൽ ലോസ്. ഫസ്റ്റ് ബൈ ആർട്ടിക്കിൾസ് 3 to 21 ഓഫ് ദ 1948 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഈ റൈറ്റുകൾ എന്താണ് ഗ്ലോബൽ ലെവലിലായിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ലോയിലായാലും തന്നെ അതിൻ്റേതായ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 3 മുതൽ 21 വരെ എന്തിൽ പറയുന്നതാണ് ഈ റൈറ്റ്, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. 1948 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ എന്തിൽ വന്നിട്ടുണ്ട്, ഈ ആർട്ടിക്കിൾ പ്രകാരം 3 to 21 പ്രകാരം എന്താണ് പറയണത്, എന്തൊക്കെ അവകാശങ്ങളാണ് മനുഷ്യനുള്ളതെന്നാണ് പറയണത്. ലാറ്റർ ഇൻ 1966 ഇൻ ദ ഇൻ്റർനാഷണൽ കവണൻറ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. അതുകൂടാതെ 1966 ഇൻ്റർനാഷണൽ ലെവലിൽ സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആയിട്ടും ഇതിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഈസ് റാദർ ഇൻഡിവിജ്വലിസ്റ്റിക്. ഫസ്റ്റ് ജനറേഷൻ ഇപ്പോൾ എന്താണ്, ഇൻഡിവിജ്വലിസ്റ്റിക്, വ്യക്തിത്വത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആർ എസെൻഷ്യലി മീൻഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ ഇൻഡിവിജ്വൽസ് ഫ്രം ദ സ്റ്റേറ്റ്. സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു സംസ്ഥാനത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ഒരേ രീതിയിൽ പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളതാണ് ഫസ്റ്റ് ജനറേഷൻ ഹ്യൂമൻ റൈറ്റ്സിൽ പറയുന്നത്. ദർ ആർ 2 സബ് കാറ്റഗറീസ് ഓഫ് സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ്. 2 കാറ്റഗറി കൂടിയുണ്ട് സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സിന്. ഫസ്റ്റ് ഫിസിക്കൽ ആൻഡ് സിവിൽ സെക്യൂരിറ്റി, സെക്കൻഡ് ഇൻഡിവിജ്വൽ ലിബർട്ടീസ്. ഫിസിക്കൽ ആൻഡ് സിവിൽ സെക്യൂരിറ്റിയിൽ പറയണത് ദ റൈറ്റ് ടു ഫ്രീഡം ഫ്രം സ്ലേവറി ഓർ ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ബിഫോർ ദ ലോ. എന്താണ്, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള അവകാശം. സ്ലേവറി എന്ന് പറഞ്ഞാൽ അടിമത്തത്തിൽ, ആരുടെയും കീഴിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, അടിമയായി നിൽക്കേണ്ട, അതുപോലെ നിയമത്തിന് മുന്നിൽ എല്ലാവരും എന്താണ്, സമന്മാരാണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ ഇൻഡിവിജ്വൽ ലിബർട്ടീസ് ആണ്. എക്സാമ്പിൾ പറയണത് ഫ്രീഡം ഓഫ് സ്പീച്ച് ഓഫ് തോട്ട്, നമ്മളുടെ ചിന്ത എന്താണ് അതിനനുസരിച്ച് സംസാരിക്കാനുള്ള അവകാശം, മതത്തിൽ വിശ്വസിക്കുന്നുള്ള അവകാശം, അസംബ്ലി കൂട്ടം കൂടുന്നുള്ള അവകാശം, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, ഏത് പാർട്ടിയും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശം. ഈ 2 കാറ്റഗറി കൂടി എന്തിലുണ്ട്, ഫസ്റ്റ് ജനറേഷനിലായ സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്.
Many of the rights in this generation are based on the United States Bill of Rights and the French Declaration of Rights of Man and of the Citizen. ഇനി ഫസ്റ്റ് ജനറേഷനിൽ ബേസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ബിൽസ് റൈറ്റ്സിനെയും ഫ്രഞ്ച് ഡിക്ലറേഷൻ റൈറ്റ്സിനെയും. അതിൽ മനുഷ്യൻ എന്താണ്, പൗരൻ എന്താണോ, അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും നിയമങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങളുടെ കണക്കിലെടുത്തുകൊണ്ടാണ് സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. Additionally, the International Covenant on Civil and Political Rights outlines the global framework for this type of human rights. അപ്പോൾ അതുകൂടാതെ ഇൻ്റർനാഷണൽ ലെവലിൽ സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സിൽ എന്തൊക്കെ ഔട്ട്ലൈൻസ് ഉണ്ട് അതിനനുസരിച്ച് തന്നെ ഗ്ലോബൽ ലെവലിൽ അതിനെന്ത് കൊടുത്താക്കുന്നത് ഒരു പിക്ചർ ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് ജനറേഷനാണ്. അതിൽ പറഞ്ഞെന്താണ്, ഫ്രീഡം, ലിബർട്ടിയാണ് കേട്ടോ വന്നത്, സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഇനി രണ്ടാമത്തെ സെക്കൻഡ് ജനറേഷനാണ് പറയുന്നത് സോഷ്യോ ഇക്കണോമിക് റൈറ്റ്സ് എന്നാണ് പറയണത്. The second generation of human rights are related to equality and began to be recognized by governments after World War II. സെക്കൻഡ് ജനറേഷനിൽ പറയുന്നത് എന്താണ്, എല്ലാ തരത്തിലും സമത്വം ഉണ്ടായിരിക്കാം, പിന്നെ ഗവൺമെൻറ് അത് കൂടുതലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാം, അത്തരത്തിലും എല്ലാവർക്കും ഒരേ രീതിയിൽ കാണണം എന്നൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം ഏത് കഴിഞ്ഞതോടുകൂടിയാണ്, രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞതോടുകൂടിയാണ്. They are fundamentally economic, social, cultural nature. The guarantee equal condition or the treatment of different members of the citizen country. എന്താണ്, എല്ലാ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേ രീതിയിൽ അവരെന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. ഏത് കണ്ടീഷനായിട്ടും എല്ലാവരും ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെക്കൻഡ് ജനറേഷൻ റൈറ്റ്സിൽ വരുന്നത് 4 കാര്യങ്ങളാണ് പറയണത്. റൈറ്റ് ടു ബി എംപ്ലോയ്ഡ് ഇൻ ജസ്റ്റ് ആൻഡ് ഫെവറബിൾ കണ്ടീഷൻസ്. എന്താണ്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം, ജോലി ചെയ്യുന്നതിന് ആവശ്യമായ അനുകൂല സാഹചര്യം ഉണ്ടായിരിക്കാം. രണ്ടാമത്തത് റൈറ്റ് ടു ഫുഡ്, ഹൗസിംഗ് ആൻഡ് ഹെൽത്ത് കെയർ. നമ്മൾക്ക് ഭക്ഷണം കഴിക്കുന്ന അവകാശം, താമസ സൗകര്യത്തിനുള്ള അവകാശം, പിന്നെ ആരോഗ്യം സംരക്ഷിക്കുന്നുള്ള അവകാശം. റൈറ്റ് ടു സോഷ്യൽ സെക്യൂരിറ്റി, സമൂഹത്തിൽ ഒരു സുരക്ഷ ഉറപ്പുവരുത്താനുള്ള അവകാശം. റൈറ്റ് ടു അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ്, തൊഴിലില്ലാത്തവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് അതൊക്കെ കിട്ടുന്നതിനുള്ള അവകാശം. എക്സാമ്പിൾ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് നമ്മൾക്ക് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ രഹിത വേതനം ലഭിക്കുന്നത്, എത്ര വയസ്സ് പൂർത്തീകരിക്കണം അത് കഴിഞ്ഞാണ് കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അവകാശങ്ങളൊക്കെ എന്തിനുണ്ട്, മനുഷ്യനുണ്ട്. These rights were also covered by the Universal Declaration of Human Rights in Article 22 to 28. അപ്പോൾ ഇത് UDHRൽ പറയാനുണ്ട്. ആർട്ടിക്കിൾ 22 മുതൽ 28 വരെ സെക്കൻഡ് ജനറേഷനാണ് വരുന്നത് കേട്ടോ. അതിൽ ഇക്കണോമിക്, സോഷ്യൽ, കൾച്ചർ റൈറ്റ്സ് ആണ് കൂടുതലായിട്ട് പറയണത്. ദീസ് റൈറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് റെഡ് ലൈറ്റ്സ്. ഇതിനെന്താ പറയാൻ്റെ, റെഡ് ലൈറ്റ്സ്. അപ്പം ഫസ്റ്റ് ജനറേഷൻ നമ്മൾ ബ്ലൂ റൈറ്റ്സ് എന്ന് പറയും, സെക്കൻഡ് ജനറേഷന് പറയുന്നത് റെഡ് ലൈറ്റ്സ് എന്നാണ്, റെഡ് റൈറ്റ്സ് എന്നാണ് പറയണത്. ഇനി മൂന്നാമത്തത് തേർഡ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർ കളക്റ്റീവ് ഡെവലപ്മെൻറ്റ് റൈറ്റ്സ് എന്നാണ് പറയണത്. The third and final generation of rights is collective development of right. Collective development rights are also known as aspirational or soft laws. എന്താണ് പറയണത്, തേർഡ് ജനറേഷനിലെ കളക്റ്റീവ് ഡെവലപ്മെൻറ്റ് റൈറ്റ്സ് ആണ്. അതിൽ പറയുന്നത് ആസ്പിറേഷണൽ, സോഫ്റ്റ് ലോസ് എന്ന് കൂടി അതിനെ പറയാറുണ്ട്. അഡീഷണലി ദേ ഓഫൺ ഡു നോട്ട് ക്യാരി ഒഫീഷ്യൽ ലീഗൽ സ്റ്റാറ്റസ്. ഒഫീഷ്യലായിട്ട് എന്താണ് ഒരു ലീഗൽ സ്റ്റാറ്റസ് അവരെന്ത് ചെയ്യണില്ല, ക്യാരി ചെയ്യുന്നില്ല. There are 2 subtypes of collective development rights. 2 subtypes ആണ് തേർഡ് ജനറേഷന് പറയണത്. സെൽഫ് ഡിറ്റർമിനേഷൻ ആൻഡ് സ്പെഷ്യൽ റൈറ്റ്സ് ഓഫ് എത്നിക് ആൻഡ് റിലീജിയസ് മൈനോറിറ്റീസ്. അപ്പോൾ ഫസ്റ്റത്തെ പറയണത് സെൽഫ് ഡിറ്റർമിനേഷൻ ആണ്. ദിസ് ഈസ് ദ റൈറ്റ് ആസ് ടു പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് ഓർ ഡെവലപ്മെൻറ്റ് ഇൻ ഏരിയാസ് ഓഫ് കൾച്ചർ ആൻഡ് സൊസൈറ്റി. ഇതിൽ പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റാറ്റസ്, ഡെവലപ്മെൻറ്റ് ഏരിയാസ് എന്താണ്, ഓരോരുത്തർ സംസ്കാരത്തിനനുസരിച്ചും സൊസൈറ്റിക്ക് അനുസരിച്ചിട്ട് എന്തുണ്ടായിരിക്കണം, അതിന് ഡെവലപ്പ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതാണ് സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. രണ്ടാമത്തെ എന്താണ്, സ്പെഷ്യൽ റൈറ്റ്സ് ഓഫ് എത്നിക് ആൻഡ് റിലീജിയസ് മൈനോറിറ്റീസ് ആണ് പറയണത്. ഇതിൽ പറയണത് ദിസ് കുഡ് ബി ദ റൈറ്റ് ടു കൾച്ചർ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിലീജിയൻ. നമ്മളുടെ സംസ്കാരം എന്താണോ അതിൽ വിശ്വസിക്കുന്നതിനുള്ളത്, പിന്നെ അതിനനുസരിച്ച് നമ്മൾക്ക് സംസാരിക്കുന്ന, ആശയവിനിമയം നടത്താനുള്ള സൗകര്യം, ഏത് മതമാണോ അതിൽ വിശ്വസിക്കാനുള്ള സൗകര്യം.
ഇത്രയും എന്ത് തേർഡ് ജനറേഷനിൽ വരുന്നതാണ്. മോസ്റ്റ് റീസെൻ്റ്ലി കളക്റ്റീവ് ഡെവലപ്മെൻറ്റ് റൈറ്റ്സ് മേ ഓൾസോ ഇൻക്ലൂഡ് ദ റൈറ്റ് ടു നാച്ചുറൽ റിസോഴ്സസ്, എ ഹെൽത്തി എൻവയോൺമെൻറ്റ് ആൻഡ് സബ്സ്റ്റൈനബിലിറ്റി എമംഗ് അതേഴ്സ്. പിന്നെ കളക്റ്റീവ് ഡെവലപ്മെൻറ്റ് റൈറ്റ്സിൽ ഇത് കൂടാതെ പറഞ്ഞെന്താണ്, നാച്ചുറൽ റിസോഴ്സുകൾ നമ്മൾക്ക് വേണ്ടത് ഉപയോഗിക്കുന്നുള്ള അവകാശമുണ്ട്. ഒരു നല്ല എൻവയോൺമെൻറ്റിൽ ആരോഗ്യകരമായ ചുറ്റുപാട് ജീവിക്കുന്നുള്ള അവകാശമുണ്ട്. മറ്റുള്ളവർ എങ്ങനെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് സബ്സ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ സുസ്ഥിരമായ നിലനിൽപ്പ് മറ്റുള്ളവരെ പോലെ തന്നെ നമ്മൾക്കും നിലനിർത്തിക്കൊണ്ടുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇത്രയും എന്തിൽ വന്നതാണ്, തേർഡ് ജനറേഷനിൽ വന്നതാണ്. അങ്ങനെ 3 ജനറേഷനാണുള്ളത്. ഫസ്റ്റ് ജനറേഷൻ സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്, ലിബർട്ടിയാണ്, ഫ്രീഡം ആണ് അതിൽ വന്നത്, അതിനെ ബ്ലൂ റൈറ്റ്സ് എന്ന് പറയും. രണ്ടാമത് സെക്കൻഡ് ജനറേഷനാണ് വന്നത്. സെക്കൻഡ് ജനറേഷൻ വന്നത് എക്കണോമിക് സോഷ്യൽ കൾച്ചർ റൈറ്റ്സ് ആണ്, അതിനെന്ത് റെഡ് റൈറ്റ്സ് എന്നാണ് പറയണത്. മൂന്നാമത്തെ ജനറേഷൻ എന്താണ്, കളക്റ്റീവ് ഡെവലപ്മെൻറ്റ് റൈറ്റ്സ് ആണ്. അതിൽ നമ്മൾക്ക് എന്താണ് പറയുക, നമ്മളുടെ ചുറ്റുപാട് എന്താണ് അതിനനുസരിച്ച് സ്വയം ഡെവലപ്പ് ചെയ്യുന്നതിനും മറ്റുള്ളവരുടെ പോലെ തന്നെ നമുക്കിഷ്ടമുള്ള സംസ്കാരത്തിൽ ജീവിക്കുന്നതിനും മതത്തിൽ വിശ്വസിക്കുന്നതിനും സ്വയം തന്നെ ഒരു സസ്റ്റൈനബിലിറ്റി നിലനിർത്തിക്കൊണ്ട് പോകുന്ന അവകാശം എന്തിനുണ്ട്, മനുഷ്യന് ഉണ്ടെന്നാണ് ഈ ഹ്യൂമൻ റൈറ്റ്സിന് ഈ ബേസിക് 3 റൈറ്റ്സ് പറയുന്നത്. ഈ ബേസിക് റൈറ്റ്സ് ഡിറൈവ് ചെയ്തിരിക്കുന്ന എന്തിൽ നിന്നാണ്, ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് എന്തുണ്ടായിരിക്കുന്നത്, ഈ 3 പ്രിൻസിപ്പിൾസ്, ഈ 3 റൈറ്റ്സുകൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ലിബർട്ടി, ഫ്രെറ്റേണിറ്റി, ഇക്വാലിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ 3 വാക്യമാണ് എന്തിൻ്റെ പറയുന്നത്, ഫ്രഞ്ച് റവല്യൂഷൻ്റെ മുദ്രാവാക്യമായിട്ട് പറയണത്. ആ 3 വാക്കിൽ നിന്നാണ് എന്ത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് ഇതിൽ പറയുന്നത് കേട്ടോ.